റജബും കഴിഞ്ഞ് ശഅബാനിന്റെ ദിനരാത്രങ്ങളിലൂടെ യാത്ര പറയുമ്പോ, പ്രിയമുള്ളവരെ, 3 ആഴ്ച കൂടെ കടന്ന് 4ാമത്തെ ആഴ്ചയിൽ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോ, പിണക്കങ്ങളില്ലാത്ത, പരസ്പര വിദ്വേഷങ്ങളില്ലാത്ത, പിണങ്ങി നിൽക്കാത്ത, ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളോടെ ഈ റമദാനിനെ പുൽകാൻ, റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിലോ അള്ളാഹിന്റെ അടുക്കൽ അമലുകളെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അവരുടെ അമൽ അല്ലാഹ് കബൂൽ ചെയ്യണില്ല, വെയിറ്റിംഗിലാണ്. അവര് ശരിയാകുന്നത് വരെ മാറ്റിവെച്ചോളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ എല്ലാ ദിവസവും പ്രദർശനമുണ്ട്, ആഴ്ചയിലെ തിങ്കളും വ്യാഴമുണ്ട്, കൊല്ലത്തില് ശഅബാൻ എന്ന് പറയുന്ന മാസത്തില് റസൂല് പറയാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു വർഷത്തിന്റെ അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാ. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. അതുകൊണ്ട് ശഅബാനിൽ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാനൊരു നോമ്പുകാരനാകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശഅബാനിലെ നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൂടുതൽ നോമ്പെടുത്തിട്ട് ഈ മാസം അമൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ ഒരു നോമ്പുകാരനാകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ ശഅബാനിലെ 2 പുണ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ അധികരിപ്പിക്കുക, മറ്റൊന്ന് റമദാനിലൂടെ നോമ്പെടുക്കുക, ഈ ശഅബാനിലൂടെ നോമ്പെടുക്കുക. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹിന്റെ മുത്ത് റസൂലിന്റെ ജീവിത കാലഘട്ടങ്ങളില് ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന മാസമാണ് ശഅബാൻ. ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തിരുന്ന മാസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹറൻ അക്സറ മിൻ ശഅബാൻ. ശഅബാനിനേക്കാൾ കൂടുതലായി അള്ളാഹിന്റെ റസൂൽ നോമ്പെടുത്തിരുന്ന ഒരു മാസമില്ല. ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലാ. അള്ളാഹിന്റെ റസൂൽ ശഅബാൻ മുഴുവനായും അള്ളാഹിന്റെ റസൂൽ നോമ്പെടുത്തിരുന്നു. ഹദീസിന് ഒന്നുകൂടെ പഠിക്കണം നമ്മൾ. ശഅബാൻ കുല്ലെന്ന് പറഞ്ഞ് ശഅബാൻ എല്ലാം എന്ന് പറയുമ്പോ മറ്റൊരു റിപ്പോർട്ടിലൂടെ കാണാം, അതേ ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നുകൂടെ ആവർത്തിച്ച പദം എന്താണ്? വലം അറഹു സായിമൻ മിൻ ഷഹരിൻ ഖത്ത്. ഇതുപോലൊരു മാസവും റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ? അക്സറ മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ. എങ്ങനെ ശഅബാൻ നോമ്പെടുക്കുക? എങ്ങനെയാ? ഫഇന്നഹ കാന യസൂമു ശഅബാന കുല്ലാ. റസൂലുള്ളാഹി ശഅബാൻ മുഴുവനായി നോമ്പെടുക്കുമെന്ന് പറഞ്ഞാൽ ആയിഷ ബി വീണ്ടും പറഞ്ഞു, കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലാ. അല്പം ദിവസം മാത്രമേ റസൂലുള്ളാഹി ഒഴിവാക്കി ബാക്കി എല്ലാ ദിവസവും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുമായിരുന്നു. അഥവാ ഒരു മാസം പൂർണ്ണമായി നോമ്പെടുക്കാൻ നമുക്ക് അനുവാദം തന്ന മാസം ഏതാണ്? റമദാനാണ്. ആ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകളുള്ള മാസം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നത് ശഅബാനിലാണ്. മൊത്തം എന്ന് പറഞ്ഞാൽ അല്പം ചില ദിവസങ്ങൾ ഒഴികെ നോറ്റിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ 2ാം ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ ഈ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസന തന്റെ ശറഹ് മുസ്ലിമിലൂടെ വ്യാഖ്യാനം കൊടുക്കുകയാണ്. വബയാനു അന്ന ഖൗലഹാ കുല്ലാ. ശഅബാൻ എല്ലാം എന്ന് പറഞ്ഞ കുല്ല എന്ന് പറഞ്ഞ വാക്കിന്റെ വിവരണം എന്നുള്ളത് അതിന്റെ ഭൂരിഭാഗവും അല്ലാഹുവിന്റെ റസൂൽ നോമ്പെടുക്കാറുണ്ടെന്നാണ്. ശഅബാനിന്റെ ഭൂരിഭാഗവും നോമ്പുകാരനാണ്. അപ്പൊ കൂടുതൽ നോമ്പെടുക്കുക. ഇനി എന്തുകൊണ്ടാണ് ശഅബാനിലെ നോമ്പ് ഇങ്ങനെ അധികരിപ്പിക്കാനുള്ള മറ്റൊരു കാരണം? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്ത് നബിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ ലമ്മറക തസൂമു മിൻ ശഹരിൻ മിന ശുഹൂർ. മാസങ്ങളിൽ നിന്നൊരു മാസവും ഇതുപോലെ താങ്കളെ കണ്ടിട്ടില്ല. മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റു 10 മാസങ്ങളിലും നോമ്പെടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദാലിക ശഹറുൻ യഅഫലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റമദാനിനും റജബിനും ഇടയില് ആളുകൾ അശ്രദ്ധമാകുന്ന മാസമാണ് ശഅബാൻ. ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ്. വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണത്. റജബിൽ ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടാവും, റമദാനിൽ നല്ല ശ്രദ്ധ ഉണ്ടാകും. പക്ഷെ ശഅബാനിൽ ആളുകൾ അശ്രദ്ധരാണ്. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് നേട്ടം വേണോ? അശ്രദ്ധയുടെ സമയങ്ങളിലൂടെ ശ്രദ്ധ കാണിക്കുന്നവരാരുണ്ടോ അവർക്കാണ് പരലോകത്ത് നേട്ടം. എല്ലാ ഇബാദത്തിലും ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയത്ത് ശ്രദ്ധ കാണിക്കുന്ന ആളുകൾ ആരുണ്ടോ? ഉദാഹരണത്തിന് രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ നിസ്കാരം. റസൂൽ പറഞ്ഞെന്താ? ആളുകളൊക്കെ വഹും നായിമൂൻ, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്
അള്ളാഹ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ അവന് ഫളല് കൂടുതലാണ്. സുബഹി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ രാവുകൾ നിങ്ങൾക്ക് ബറക്കത്താണെന്ന് പറഞ്ഞു. അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ, രാവിലത്തെ ദിക്റുകൾ ചെല്ലാൻ മടിയാണ് ആളുകൾക്ക്. വൈകുന്നേരത്തെ ദിക്റുകൾ മടിയാണ്. എല്ലാ ആളുകളും അശ്രദ്ധരാണ്. സുബഹി കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങാൻ. ആ നേരത്ത് അവിടെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലുന്ന ആളുകളെ ഓക്കെ, അങ്ങനെ ആളുകൾ അശ്രദ്ധമാകുന്ന ഏത് സമയങ്ങളും ഇബാദത്തിന് വേണ്ടി വ്യാപകമാകുന്ന ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേക പരിഗണനകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇബാദത്തിൽ ആളുകളൊക്കെ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഈ അശ്രദ്ധയിൽ ആര് ശ്രദ്ധ കാണിക്കുന്നുവോ അവർക്കാണ് മഹത്വമുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിനെ കാര്യമായി ഉപയോഗപ്പെടുത്തിയത്. ഫർള് നോമ്പ്, സുന്നത്ത് നോമ്പുകളെ ധാരാളം എടുത്തിരുന്നു. അതോടൊപ്പം നോമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, വീഴ്ച വന്നിട്ടുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ ആ നോമ്പുകൾ കൂടെ, ഫർള് വിട്ടുപോയിട്ടുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ റമദാനിലെ നോമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാറുണ്ട്. സ്ത്രീകളാണല്ലോ, റമദാനിലെ നോമ്പുകൾ നഷ്ടപ്പെടാറുണ്ട്. ഫമാ അസ്തതിഉ അൻ നഖളിയഹു ഇല്ലാ ഫീ ശഅബാൻ, ശഅബാനിലല്ലാതെ എടുത്തു വിട്ടാൻ കഴിയാറുമില്ല. കാരണം മുത്തു റസൂലിന്റെ കൂടെ പല തിരക്കുകളിലും പെടാറുണ്ട്, യാത്രകളിൽ പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ശഅബാനിലല്ലാതെ നോറ്റുവിട്ടാൻ കഴിയാറില്ല. അതുകൊണ്ട് ആ ശഅബാനില് എല്ലാ കടങ്ങളും ഞങ്ങൾ നോറ്റുവീട്ടാറുണ്ടെന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും നോമ്പുകൾ വീഴ്ചുണ്ടെങ്കിൽ റമദാൻ ആവരുത്. അതിനു മുമ്പ് നിർബന്ധമായിട്ടും അതിന് നോറ്റുവിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശഅബാനിന്റെ മറ്റൊരു പ്രത്യേകത, അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ പകുതിയിൽ അള്ളാഹു പാപമോചനം നൽകുന്നുണ്ട്. അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ, അള്ളാഹു തആല പാപമോചനം നൽകുന്നുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലയത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയുടെ രാത്രിയില് അള്ളാഹു എത്തി നോക്കുന്നതാണ്. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അള്ളാഹുവിന്റെ മുഴുവൻ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മുഴുവൻ പടപ്പുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലാ ലി മുശ്രിക്കിൻ ഔ മുശാഹിൻ, മുശ്രിക്കിന് അല്ലാഹു പുറത്തു കൊടുക്കൂല, ശിർക്ക് ചെയ്യുന്ന മനുഷ്യർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അതുപോലെ മുശാഹിനുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കൂല എന്നാണ്. ആരാ ഈ മുശാഹിൻ എന്ന് പറഞ്ഞാൽ? ആരാ മുശാഹിൻ എന്ന് പറഞ്ഞാൽ ഇബ്നുൽ അസീർ ഈ ഹദീസിനെ വിശദീകരിച്ചു പറഞ്ഞാൽ, മുശാഹിനു ഹുവൽ മുആദി, മറ്റുള്ളവരോട് ശത്രുതയും പകയും വെച്ച് നടക്കുന്ന മനുഷ്യരില്ലേ, മനസ്സ് ശുദ്ധമല്ലാത്ത ആളുകൾ, മറ്റുള്ളവരോട് ശത്രുതയും പകയും വെച്ച് നടക്കുന്ന ആളുകൾക്ക് ആ ശഅബാനിൽ അല്ലാഹു ഓഫർ നൽകാണ്. മുശ്രിക്കിനും ശത്രുതയും പകയും കാണിക്കാത്ത ആളുകൾക്കെല്ലാം അള്ളാഹുവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കാം ശഅബാനിന്റെ മധ്യത്തിലെന്ന് അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹൃദയത്തൊന്ന് ശുദ്ധാക്കുക. കണ്ടോ, റമദാൻ വരണേന് മുന്നോടിയായിട്ട് ആ ശഅബാനിൽ തന്നെ ഹൃദയത്തെ കളങ്കമുട്ടതാക്കി മാറ്റുക. ഷിർക്കിൽ നിന്ന്. റമദാനിലെ തറാവീഹ് വേണോ, റമദാനിലെ നിസ്കാരം വേണോ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അവിടൊക്കെ പറഞ്ഞു ഈമാനും വഹ്തിസാബ, അള്ളാഹുവിലുള്ള അടിയുറച്ച തൗഹീദിന്റെ വിശ്വാസം വേണം, അല്ലെങ്കിൽ ഒന്നും അള്ളാഹ് കബൂൽ ചെയ്യില്ല. അതുകൊണ്ട് ഈ ശഅബാനില് അള്ളാഹ് പുറത്തു തരും, മഹത്വമുണ്ട്. പക്ഷെ ശിർക്ക് ചെയ്തവരെ അള്ളാഹ് പുറത്തു തരൂല, മറ്റുള്ളവരോട് ശത്രുതയും പകയും വെക്കുന്നവരെ അള്ളാഹു പുറത്തു തരൂല എന്നുള്ളതാണ്. മറ്റൊരു വ്യാഖ്യാനം ഇമാം ഔസാഇ ഈ ഹദീസിലെ മുശാഹിൻ എന്ന് പറയുന്ന പദത്തിന് പറഞ്ഞത്, ഹാഹുനാ സാഹിബൽ ബിദ്അ ബിദ്അത്തിൽ മആരിഫ ലിജമാഅത്തിൽ ഉമ്മ, അതൊരു ഫർക്ക് ഉണ്ടാക്കുന്ന ആള് മഫാരിക്കായി മാറ. സമൂഹത്തിലെ ബിദ്അത്തുകൾ കൊണ്ട് വ്യത്യസ്തമാകുന്ന ആളുകൾ സമൂഹത്തിലെ പുത്തൻ ആചാരം ചെയ്ത് ഭിന്നിപ്പുണ്ടാക്കുക, അവനും അല്ലാഹു പുറത്തു കൊടുക്കൂല. അപ്പൊ പുത്തൻവാദിക്ക്, മറ്റുള്ളവരോട് സമൂഹത്തിൽ പകവെക്കുന്നവനെ, അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്നവർക്ക് ഈ ശഅബാനിന്റെ പാപമോചനം എന്ന ഓഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകൂല എന്നുള്ളതാണ്. നോക്കേ, മറ്റൊരു ഹദീസിലൂടെ കാണാം, ഈ ശഅബാനിന്റെ പകുതി രാത്രി ഇങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹു തന്റെ അടിമകളിലേക്ക് നോക്കുകയാണ്. ഫയഗ്ഫിറു ലിൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ യഥാർത്ഥമായ മുഅ്മിനുകളായ അടിമകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാ. അവിശ്വാസികളായ ആളുകൾക്ക്, കാഫിറുകൾക്ക് അള്ളാഹ് കുറച്ച് അവധി കൂടെ കൊടുക്കുമെന്നാണ്, കുറച്ച് സാവകാശം കൂടെ കൊടുക്കും. എന്തിനാ? വേണമെങ്കിൽ നന്നായിക്കോട്ടെ, അല്ലെ? മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കൊടുക്കും, കാഫിറിന് കുറച്ച് അവധി ഇങ്ങനെ നീട്ടിക്കൊടുക്കും. എന്നിട്ട് പറയാണ്, പരസ്പരം വിദ്വേഷത്തിലും പകയിലും കഴിയുന്ന ആളുകളെ
അവരത് ഉപേക്ഷിക്കുന്നത് വരെ അള്ളാഹു അവരെ ഒഴിവാക്കുന്നതാണ്. അവർക്ക് പുറത്തു കൊടുക്കൂല. എന്നാണോ പരസ്പര വിദ്വേഷം അവർ ഒഴിവാക്കുന്നത്, ആ സമയം വരെ ഈ ഷഅബാനിന്റെ ഓഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കൂല എന്നാണ്. അപ്പൊ പരസ്പര വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ശിർക്കില്ലാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഷഅബാനിന്റെ പകുതിയിൽ തന്റെ അടിമകളിലേക്ക് എത്തി നോക്കി എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വഹീഹായ ഉദ്ധരണികളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷഅബാനിന്റെ പകുതിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ആ സന്ദർഭത്തിലെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വിഷയം പെടുത്തും. ഇല്ലാത്ത ആചാരങ്ങളെ ഇസ്ലാമിന് മേലെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഷഅബാൻ 15-ന് ബറാഅത്തിന്റെ നോമ്പ് വേണമെന്ന് വാദിക്കുന്ന ആളുകൾ, അന്ന് പ്രത്യേക ഖബർ സിയാറത്ത് വേണമെന്ന് പറയുന്ന ആളുകൾ, ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന് പറയുന്ന ജമാഅത്ത് നിസ്കാരത്തിന് പോലും അള്ളാന്റെ പള്ളിയിലേക്ക് വരാത്ത, ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള സൽഗുണങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ പറഞ്ഞതാണ് അന്ന് പ്രത്യേകമായി ഖബറിൽ പോകാൻ റസൂലുള്ള പോയി എന്നും കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമങ്ങളെക്കാൾ കൂടുതൽ ചെറുപാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന് പറയുന്ന ദുർബലനായ ഒരു മനുഷ്യനുള്ളത് കൊണ്ട് അത് സ്വീകാര്യമല്ല. നിസ്കാരം കൂടി ഇല്ലാത്ത ഒരു മനുഷ്യന് ഖബർ സിയാറത്തിന്റെ മഹത്വം പഠിപ്പിക്കണമെങ്കിൽ അതിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കവിടെ വിലയിരുത്തപ്പെടാൻ സാധിക്കും പ്രിയമുള്ളവരെ. അതുപോലെ അന്ന് പ്രത്യേകമായ ഒരു നോമ്പില്ല എന്നേ പറഞ്ഞുള്ളൂ. 13, 14, 15 ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പെടുക്കണം. 15ന്റെ നോമ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവരോടെ നമ്മൾ പറഞ്ഞുള്ളൂ. 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പാണ്, വെളുത്തവാവിന്റെ നോമ്പാണ്. ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലി അല്ലാഹു തആല നമുക്ക് നൽകുന്ന. അതുകൊണ്ട് ഷഅബാൻ ആളുകൾ അശ്രദ്ധമാകുന്ന ഈ മാസം പ്രിയമുള്ളവരെ, സുന്നത്ത് നോമ്പുകൾ നടക്ക. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും ഇൻഷാ അല്ലാഹ് നമുക്ക് സുന്നത്ത് നോമ്പ് പഠിപ്പിക്കപ്പെട്ടതുണ്ട്. 13, 14, 15 നമുക്ക് കൃത്യമായി അയ്യാമുൽ ബീദിന്റെ നോമ്പുകളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ എത്ര നോമ്പുകൾ അല്ലാഹ്ക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ എടുക്കാൻ കഴിയുമോ അത്രയും നോമ്പുകൾ എടുത്തുകൊണ്ട് ഈ ഷഅബാനിനെ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലൂടെ പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അമലുകളെ കൊണ്ട് ധന്യമായി അവന്റെ ഓഫറുകളെ സ്വീകരിക്കുന്ന, ഉപയോഗപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളായ അടിമകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നേരത്തെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസിനെ നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിൽ കടമുള്ള നോമ്പുകളെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എനിക്ക് നോമ്പ് കടമുണ്ടാകാറുണ്ട്, പക്ഷേ അതിന് ഷഅബാനിലല്ലാതെ നോറ്റുവിട്ടാൻ എനിക്ക് സാധ്യമാകാറില്ല എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ഹദീസുമായി ബന്ധപ്പെട്ട് ആ ഹദീസിന് ശറഹ് എഴുതിയ ഉലമാക്കൾ ചില പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ റമദാനിൽ നമുക്ക് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ എത്രയും അടുത്ത സമയത്ത്, ഷഅബാൻ ആവണം നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതില് പണ്ഡിത ലോകത്തെ ഏകാഭിപ്രായമുള്ള വിഷയമാണ്, തർക്കമില്ലാത്തൊരു വിഷയമാണ് നിങ്ങളോട് പറയുന്നത്. ഏറ്റവും അടുത്ത സമയം, ഷവ്വാലിൽ പറ്റിയ ഷവ്വാലിലുടനെ ഏറ്റവും അടുത്ത സമയത്ത് ആ നോമ്പിനെ ഖളാ വിട്ടാൻ നമ്മൾ ധൃതി കാണിക്കേണ്ടതുണ്ട്. ഇനി സാധ്യമല്ലെങ്കിൽ ഈ റമദാൻ ആകുന്നത് വരെ അഥവാ ഷഅബാൻ ഉൾപ്പെടെ നമുക്ക് പിന്തിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഈ റമദാനിന് മുമ്പ് അതിനെ നോറ്റുവിട്ടൽ നിർബന്ധവുമാണ്. കൃത്യമായി മനസ്സിലാക്കണേ, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നാളുകളിലൂടെ നോറ്റുവീട്ടലാണ് ഉത്തമം. ഷഅബാൻ വരെ അതിനെ പിന്തിപ്പിക്കൽ അനുവദനീയമാണ്. എന്നാൽ റമദാൻ ആകുന്നതിന് മുമ്പ് എല്ലാ കടങ്ങളും തീർത്തുവെക്കൽ നിർബന്ധമാണ്. കാരണം ഏറ്റവും കൂടുതൽ കടം വീട്ടാൻ ഹക്കുള്ളത് അള്ളാഹുവിനോടുള്ള കടമാണെന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റമദാനിന്റെ നോമ്പുകളെ ആരിലെങ്കിലും കടമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റമദാനിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഫറളുകളെ കടം വീട്ടുക എന്ന നിയ്യത്തോടുകൂടെ ആ റമദാനിനെ നോട്ടുവിട്ടാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്, ആർക്കെങ്കിലും ആ നോമ്പിനെ നോട്ടുവിട്ടാൻ കഴിഞ്ഞാൽ ആ നോമ്പെടുത്ത് വിട്ടാൻ സാധ്യമായാൽ അതാണ് അവർക്ക് ഉത്തമം എന്നുള്ളതാണ്. അതിന് കഴിയാത്തവർക്ക് അപ്പോൾ അവരുടെ മേലൊരു ഫിദിയുണ്ട്. എന്താണ്? മിസ്കീന് ഭക്ഷണം കൊടുക്കലാണ്. നോമ്പ് നോറ്റുവിട്ടാൻ കഴിയാത്ത, നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രായം വന്ന വാപ്പയുണ്ട്,
രോഗശയ്യാണ്, കിടക്കാൻ കഴിയാത്ത അവസ്ഥ, കിടത്തിലാണ്, എണീക്കാൻ വയ്യ. നമുക്ക് പലർക്കും രോഗമുള്ള ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ പള്ളിയിൽ ലിവർ മാറ്റിവെച്ച ഒരു സുഹൃത്ത് പലപ്പോഴും ഒരു ഗസറ്റഡ് ഓഫീസർ ഒക്കെ വേണ്ടി പല സമയങ്ങളിൽ വരാറുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിനൊന്നും ഇനി ആയുസ്സിൽ നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ അങ്ങനത്തെ അവസ്ഥകൾ വരുന്ന ആളുകൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ ആ ഫിദിയ കൊടുക്കണം. ഫിദിയ എന്ന് പറയുന്നത് ഒരു സാ ആണെന്ന അഭിപ്രായമുണ്ട്, അരസ ആണെന്ന അഭിപ്രായമുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം അരസ ആണ്, അഥവാ 2 മുദ്ദ് ഒരു ദിവസത്തെ നോമ്പിന് ധാന്യമായി കൊടുക്കുക. 2 മുദ്ദ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 കിലോ അരിയോളം വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രബലമായത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇത്ആമു മിസ്കീൻ, ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കലാണ്. സഹാബത്തിന്റെ അസറുകളെ പരിശോധിക്കുമ്പോൾ കാണാം 30 ദിവസമൊക്കെ നോമ്പ് നഷ്ടപ്പെടുന്ന പ്രായം വന്ന സഹാബത്ത് അവരെന്ത് ചെയ്യും, 30 മിസ്കീന്മാരെ വിളിച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലായിരുന്നു അവരുടെ രീതി എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ചോറ് മാത്രം പോരല്ലോ, അതിന് വേണ്ട നാട്ടിലെ ഭക്ഷണം, കറിയും വിഭവങ്ങൾ എന്താണെങ്കിൽ ഒരു നേരത്തെ ഒരാൾക്ക് തൃപ്തിയാകുന്ന ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, നമ്മൾ അരിയാണ് കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ വിഭവങ്ങൾ കൊടുക്കുന്നത് കൂടെ നല്ലതാണ്. അതാണ് ഭക്ഷണമെന്ന് പറയുന്നത്. അതല്ല ഇനി കഴിയുന്നില്ലെങ്കിൽ 2 മുദ്ദായിട്ടെങ്കിലും നമ്മളത് ആ ഒരു കൊടുക്കാനുള്ള ഫിദിയ കാത്തുവെക്കരുത്, നീട്ടിവെക്കരുത്. ഈ റമദാന് മുന്നോടി തന്നെ നോറ്റുവിട്ടാൻ കഴിയുന്നവർ അതിന് തന്നെ പ്രാധാന്യം കൊടുക്കണം. ഒരു നിലക്കും കഴിയില്ല എന്ന് വിധി വന്നിട്ടുള്ള ആളുകൾ അതിന്റെ ഫിദിയ ചെയ്ത് തീർക്കണം പ്രിയമുള്ളവരെ. കാരണം പിന്നെ ഫിഖിന്റെ ചർച്ചകളൊക്കെ വേറെയാണ്. റമദാൻ കഴിഞ്ഞാൽ നോറ്റുവിട്ടണം, ഫിദിയ കൊടുക്കണം, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതെ ഇൻഷാ അല്ലാഹ് ഈ റമദാന് മുന്നോടി തന്നെ ദിവസങ്ങളെ ബാക്കിയുള്ളൂ, 3 ആഴ്ചയും ചില്ലറ ദിവസങ്ങളെ ബാക്കിയുള്ളൂ എന്ന ബോധ്യത്തോടുകൂടെ അമലുകൾ ധൃതി കാണിക്കുക. അള്ളാന്റെ കടങ്ങളെ വീട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ റമദാനിനിടയിൽ മരിച്ചുപോയ നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, അവർക്ക് കടമുള്ള നോമ്പുകളെ ആ നോമ്പിന്റെ കാര്യത്തിലും അവരുടെ അഹ്ലുകാരായ കുടുംബക്കാരായ നമ്മൾ ചെയ്തു വിട്ടേണ്ട അവരുടെ അള്ളാഹുവിനോടുള്ള ബാധ്യത ചെയ്തു തീർക്കുന്നതിൽ മക്കളായ നമ്മളൊക്കെ ശ്രദ്ധ കാണിക്കണമേ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.